സ്നേഹമുള്ളിടത്ത് നമുക്ക് ഭാരമില്ല. ഭാരം തോന്നുന്നത് എപ്പോഴാണ്? സ്നേഹം കുറയുമ്പോൾ. സ്നേഹത്തിന് കുറവ് വരുമ്പോൾ എൻ്റെ പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുക്കൾ നമുക്ക് ഭാരമായി തോന്നാം. സ്നേഹമുള്ളിടത്താണെങ്കിലോ അവരാരും എനിക്ക് ഭാരമേ അല്ല. അവരെത്ര ഭാരമുള്ളവരാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് ഭാരമായിട്ട് നമുക്ക് തോന്നില്ല. ഒരിക്കൽ ഒരു പെൺകുട്ടി തൻ്റെ അനുജൻ, ഓട്ടിസം ബാധിച്ച തൻ്റെ അനുജനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊക്കിക്കൊണ്ടു പോവുകയാണ്. അവന് ഇത്തിരി ഭാരമൊക്കെ ഉള്ളവനാണ്. പക്ഷേ ഈ പെൺകുട്ടി തൻ്റെ അനുജനെ, അവൻ ഭാരമുള്ളവനാണെങ്കിലും ആറോട് ചേർത്ത് പിടിച്ച് പൊക്കിയെടുത്ത് അവർ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ സഹതാപം തോന്നിയ ഒരു മനുഷ്യൻ, പ്രായമുള്ളൊരു മനുഷ്യൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളോട് ചോദിച്ചു, മോളെ, ഈ ഭാരമുള്ള ഈ കുട്ടിയെ തൂക്കിയെടുക്കാൻ നിനക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ? അത് നിനക്ക് പറ്റുന്നുണ്ടോ? ഈ ഭാരവും ചുമന്നുകൊണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ പറഞ്ഞു, അങ്കിളേ, ഇത് ഭാരമല്ല, ഇതെൻ്റെ അനുജന. ഇതെനിക്ക് ഭാരമല്ല, ഇതെൻ്റെ അനുജന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾക്ക് തൻ്റെ അനുജൻ ഒരു ഭാരമല്ല. അവൾക്ക് തൻ്റെ അനുജൻ ഒരു ഭാരമല്ല. അവൾക്ക് അവനോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് എത്ര ഭാരമുള്ളതായാലും സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് അവന് മാറോട് ചേർത്ത് പിടിക്കാൻ, തൂക്കിയെടുക്കാൻ അവൾ കഴിയുന്നത് അവനോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹമുള്ളിടത്ത് ഒരിക്കലും ഭാരം നമുക്കില്ല, നമുക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല. സ്നേഹം കുറയുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് സ്നേഹിക്കുക, നന്നായിട്ട് സ്നേഹിക്കുക, പൂർണ്ണമായി സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ഭാരമെന്ന് തോന്നുന്നതെല്ലാം ഭാരമല്ലാതായി മാറും. സ്നേഹം കുറഞ്ഞുപോയോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഭാരമായിട്ട് മാറും. ഈ ദിനത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹവും സർവ്വശക്തി നൽകട്ടെ. നിൻ്റെ ജീവിതം സ്നേഹമുണ്ടെങ്കിൽ നിനക്ക്, നിൻ്റെ പ്രിയപ്പെട്ടവർ നിനക്ക് ഭാരമേ അല്ല. സ്നേഹം കുറയുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവർ നിനക്ക് ഭാരമായി തോന്നാം.